മകരവിളക്ക് ആഘോഷത്തിനായി സന്നിധാനമൊരുങ്ങി. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യമായ മനോഹരമായ ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ രാത്രി മുഴുവൻ ജനങ്ങൾ ഒന്നടങ്കം, തീർത്ഥാടകർ ഒന്നടങ്കം ഇവിടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് എത്തുന്നവരാരും തന്നെ മകരവിളക്ക് ദർശനം കഴിയാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇന്ന് ഏകദേശം 1 ലക്ഷത്തോളം പേർ, 80,000-ത്തിലധികം പേർ ഇന്ന് 18-ാം പടി കയറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന കണക്കുകൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇന്ന് ശരിക്കും 50,000 പേരെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും 50,000 പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുഞ്ഞുങ്ങളടക്കമുള്ള തീർത്ഥാടകർ, മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും അടക്കമുള്ള അയ്യപ്പന്മാർ ഒട്ടേറെ പേരാണ് ഇന്ന് എത്തിയത്. ഇന്നലെ വൈകിട്ട് മുതലാണ് തിരക്ക് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഇന്നും വലിയ തോതിലുള്ള ജനസഞ്ചയമാണ് സന്നിധാനത്തും പരിസരത്തും കാണുന്നത്. പമ്പയിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. നാളെയാണ് ആ ദിവസം. ഇത്രയും നാൾ കാത്തിരുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായുള്ള മകരജ്യോതി ദർശനത്തിൻ്റെ സമയം നാളെ മണിക്കൂറുകൾ മാത്രമാണ് നമുക്കിനി കാത്തിരിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ വ്രതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും എല്ലാം സമ്മിശ്ര രൂപമായ ഏറ്റവും മനോഹരമായ ആ മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരു ദർശനം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യൻ്റെ ഒപ്പമുണ്ട്. ഡാൻ, സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുമെന്നാണ് പോലീസും അധികാരികളും പറയുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഇന്ന് മാത്രം ഏതാണ്ട് നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ 50,000 പേരാണ് ഈ ഓൺലൈനായി ബുക്ക് ചെയ്തിരിക്കുന്നതിലും ഇന്നലെ മുതൽ ഇവിടെ എത്തിയവർ തങ്ങുകയാണ് പർണശാലകൾക്കിടെ. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് രാത്രിയിൽ മാത്രം സന്നിധാനത്തും പരിസരത്തുമായി തങ്ങുന്നുണ്ട്. അവർക്ക് പുറമെ ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ കൂടി നാളെ വൈകുന്നേരം 6:30 മുമ്പായി ഇവിടേക്ക് എത്തുമെന്നാണ് കണക്കൂട്ടൽ. അതായത് ആ തങ്കയങ്കി ഘോഷയാത്ര അത് കടന്നു വരുന്ന തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന ആ സമയത്ത് അത് അപ്പാച്ചിമേട്ടിൽ എത്തുന്നത് വരെ ഭക്തരെയും കടത്തി വിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം നാളെ വൈകുന്നേരം 6:30-ക്ക് മുന്നോടിയായി ഈ ഒരു 2.5 ലക്ഷം ആളുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സന്നിധാനത്തും പരിസരത്തുമായി തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് സുരക്ഷിതമായി ദർശനം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. അന്നദാന മണ്ഡപങ്ങൾ സജ്ജമാണ്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾ എത്തുന്നതുകൊണ്ട് അവർ വനമേഖലയിലേക്ക് മറ്റും രാത്രി കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഇറങ്ങും. അവിടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട്. ഇഴജന്തുക്കളുടെ അടക്കം ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവിടേക്കൊന്നും പോകരുത്, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെയെല്ലാം വെളിച്ചം, വെള്ളം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ പോലീസിനെയും അധികൃതരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് സുഗമമായി ഭക്തർ മലയിറങ്ങുന്നതുവരെ അവരുടെ ഒരു ടാസ്ക് അത് അങ്ങനെ തന്നെ തുടരേണ്ടതുണ്ട്. ആ വലിയ ദൗത്യമാണ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രം ഏതാണ്ട് 2500 ഉദ്യോഗസ്ഥർ ADGPയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ പുല്ലുമേട്ടിൽ, അതോടൊപ്പം തന്നെ പരുന്തുംപാറ ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷിതമായി ദർശനം നടത്തുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് പ്രസിഡന്റ് അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ പരിസരത്തൂടെ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. വലിയ നടപ്പന്തലിലെല്ലാം തന്നെ ആളുകൾ വിരിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ഇവിടങ്ങളെല്ലാം തന്നെ അവർക്ക് തങ്ങാനുള്ള ഒരു ഇടമായി അവർ കണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ന് ആരെയും നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയും ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നില്ല. മാലയിട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അവർ ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ആളുകൾ മല ചവിട്ടും, അവർക്ക് മല കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം, അതോടൊപ്പം എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിന്, അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അന്നദാന മണ്ഡപങ്ങളിലടക്കം ഒരുക്കിയിട്ടുണ്ട്. 2.5 ലക്ഷം പേർക്ക് ഇവിടെ രാത്രി തങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഡാൻ പറഞ്ഞതുപോലെ 2.5 ലക്ഷം പേർക്ക് തങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 3 ലക്ഷത്തോളം ആളുകൾ വന്നാലും അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അവർക്കെല്ലാം തന്നെ സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്ന, വളരെ സുഗമമായ ദർശനം സാധ്യമാക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
എല്ലാ തീർത്ഥാടകർക്കും ഓരോ തീർത്ഥാടകനും അവരുടെ ജന്മസായുജ്യമായ മകരജ്യോതി ദർശനം സാധ്യമാകുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്.